ദൈവനാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 18, 10, 11 തിരുവചനങ്ങൾ. ശിമോൻ പത്രോസ് തനിക്കുള്ള വാളൂരി മഹാപുരോഹിതൻ്റെ ദാസനെ വെട്ടി അവൻ്റെ വലത്ത് കാത് അറുത്തു കളഞ്ഞു. ആ ദാസന് മൽക്കോസ് എന്നു പേർ. യേശു പത്രോസിനോട്, വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വേദഭാഗം, ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലമായി നാം കാണുന്നത് യൂദാസ് ഇസ്കരിയോത്ത യേശുവിൻ്റെ ശത്രുക്കൾക്ക് ചുംബിച്ചുകൊണ്ട് കാട്ടിക്കൊടുക്കുന്ന സന്ദർഭമാണ്. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദാസ് യേശുവിനെ 30 വെള്ളിക്കാശിന് ശത്രുക്കൾക്ക് വിറ്റ് കാശാക്കുകയായിരുന്നു. എന്നാൽ ആ കാശ് അവനോ അവൻ്റെ കുടുംബത്തിനോ പ്രയോജനപ്പെട്ടില്ല എന്ന് നാം കാണുന്നു. മാത്രമല്ല, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത പാപബോധം, ആ കുറ്റബോധം അവനെ നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ നാം വായിച്ചു കേട്ട ശിമോൻ പത്രോസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, പത്രോസിൻ്റെ തിടുക്കം അഥവാ എടുത്തുചാട്ടം നാം ഇവിടെ കാണുകയാണ്. യേശുവിനെ ക്രൂശീകരണത്തിനായി പിടിക്കുവാനായിട്ട് മഹാപുരോഹിതന്മാരും പരീശന്മാരും പട്ടാളക്കാരെയും കൊണ്ടുവരികയാണ്. ഇത് കാണുന്ന പത്രോസ് തൻ്റെ വാളൂരി അശ്രദ്ധയോടെ, തിടുക്കത്തോടെ വെട്ടുകയാണ്. ആ വെട്ട് ഏറ്റത് മഹാപുരോഹിതൻ്റെ ദാസനായ മൽക്കോസിനായിരുന്നു. ആ മനുഷ്യൻ്റെ വലത്ത് കാത് അറ്റുവീഴുകയാണ്. മറ്റൊരു സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രകാരം യേശു ഉടനെ തന്നെ ആ കാത് തൊട്ട് സൗഖ്യമാക്കുകയാണ്. തുടർന്ന് യേശു പത്രോസിനോട്, നിൻ്റെ വാൾ ഉറയിൽ ഇടുവാൻ ആജ്ഞാപിക്കുന്നു. ഇവിടെ നാം കാണുന്ന ദൈവിക ദൂത് അനാവശ്യമായ തിടുക്കം അഥവാ എടുത്തുചാട്ടം, അത് അനർത്ഥങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. യേശുവിൻ്റെ അഥവാ ദൈവത്തിൻ്റെ സംരക്ഷകരാകുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. ഇവിടെ ശിമോൻ പത്രോസ് അങ്ങനെയൊരു വ്യർത്ഥ പരിശ്രമമാണ് നടത്തിയത്. ദൈവമാണ് മനുഷ്യനെ സംരക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ അനധി പദ്ധതി പ്രകാരം നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ നാം കാണുക. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയെ തടുക്കും വിധം കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇവിടെ, പ്രത്യേകിച്ച് പത്രോസ്, യേശുവിനെ സംരക്ഷിക്കുവാനായിട്ട്, യേശുവിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. യേശു അത് തടയുന്നതാണ് നാം കാണുക. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സംരക്ഷണമെന്നും ഏറ്റെടുക്കുവാനുള്ള ശക്തിയോ ബുദ്ധിയോ ജ്ഞാനമോ കഴിവോ മർത്യനില്ല. ദൈവമാണ് മർത്യരെ സംരക്ഷിക്കുന്നത്. പത്രോസിനോട് യേശു പറഞ്ഞു, വാൾ ഉറയിലിടുവാൻ. രണ്ടാമതായി ഇവിടെ നാം കാണുന്നത് ഈ കാര്യത്തിലുള്ള പത്രോസിൻ്റെ തിടുക്കമാണ്, അശ്രദ്ധയാണ്. എടുത്തുചാടിയുള്ള ആ
വാളിൻ്റെ പ്രയോഗം അത് അശ്രദ്ധയോടെ ചെയ്തതിനാൽ മൽക്കോസിൻ്റെ കഴുത്തിന് കൊള്ളേണ്ടത് കാതിന് കൊണ്ടു എന്നുള്ളതാണ്. ഇവിടെ നാം പല ചിന്തകൾ ധ്യാനിക്കാനുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള അശ്രദ്ധ പല ദുരനുഭവങ്ങൾക്ക്, പല അനർത്ഥങ്ങൾക്ക്, പല പരീക്ഷകൾക്ക്, പ്രലോഭനങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. പത്രോസിനെ പോലെ തിടുക്കം കാട്ടാതെ, അശ്രദ്ധ കാട്ടാതെ ദൈവകൃപയിൽ സൂക്ഷ്മതയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. എന്നെ കരുതും, എന്നെ പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നെ പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെ